മനസ്സിൽ കുറ്റബോധം തോന്നിത്തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം. ഹായ്, ദിസ് ഇസ് DH. ഒരു സാധാരണ സിനിമാ പ്രേമിയുടെ ഫിലിം റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം. മോഹൻലാൽ, ജിത്തു ജോസഫ്, ദൃശ്യം 3. ജിത്തു ജോസഫിൻ്റെ എല്ലാ പടങ്ങളിലും മിക്ക പടങ്ങളിലും ഉള്ള വീക്ക്നെസ് എന്താണെന്ന് വെച്ചാൽ ഡയലോഗ്സാണ്. ഇതിലും വ്യത്യസ്തമല്ല. വളരെ ക്ലീഷേ ആയിട്ടുള്ള ക്രിഞ്ച് വർദിയായിട്ടുള്ള ഡയലോഗ്സാണ് ഇതിലും ഉള്ളത്. പിന്നെ പഴഞ്ചൊല്ലുകളുടെ ഒരു നീണ്ട നിര. നീർക്കോലിയുടെ കാര്യവും വൈദ്യൻ കൽപ്പിച്ചതിൻ്റെ കാര്യവും നാടോടുമ്പോൾ നടുവിടണമെന്നുള്ള കാര്യങ്ങളും അങ്ങനെ തുടങ്ങി അനവധി പഴഞ്ചൊല്ലുകളിലൂടെ പോകുന്ന ഡയലോഗ്സ്. ഒട്ടും ഇന്നോവേറ്റീവ് അല്ലാത്ത ഡയലോഗ് റൈറ്റിംഗ് അത് ഇതിലും ഉണ്ട്. ദൃശ്യം 1ഉം 2ഉം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ദൃശ്യം 3 കുറച്ച് അണ്ടർവെൽമിംഗ് ആണ്. വളരെയധികം അണ്ടർവെൽമിംഗ് ആണെന്ന് പറയേണ്ടി വരും കമ്പയർഡ് ടു ദി അതർ 2. ദൃശ്യം സീരീസ് ഒരുപക്ഷെ ഇന്ത്യയിലുള്ള എല്ലാ സിനിമാ പ്രേമികൾക്കും അറിയാവുന്ന ഒരു സീരീസാണ് ദൃശ്യം സീരീസ്. ഇതിൽ ജോർജ് കുട്ടിയുടെ, മോഹൻലാൽ കഥാപാത്രമായ ജോർജ് കുട്ടിയുടെ ശത്രുക്കൾ വീണ്ടും ഒന്നിക്കുന്നു എന്ന് പറയാം. പേടിക്കണ്ട, സ്പോയിലറൊന്നും ഞാൻ പറയുന്നില്ല. അതിന് ചുരുക്കം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അത് ഓബ്വിയസ് ആണല്ലോ ഏകദേശം. അത് പാസ്റ്റ് പിന്നെയും ജോർജ് കുട്ടിയെ ഹോണ്ട് ചെയ്യുന്നു. പാസ്റ്റിലെ കാര്യങ്ങൾ തിരിച്ചു വരുന്നു. അതിനെങ്ങനെ ജോർജ് കുട്ടി തരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഓബ്വിയസ്ലി കഥ. ഇതിൽ മറ്റു കഥാപാത്രങ്ങളുണ്ട്. ആരൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല തൽക്കാലം. അതിപ്പോൾ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കണക്ക് ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നില്ല. മോഹൻലാലിൻ്റെ ആക്ടിങ് നല്ലതാണ്. ഓബ്വിയസ്ലി ഇതിലും നല്ലതാണ്. കാരണം അദ്ദേഹത്തോട് നമുക്ക് പാവം തോന്നും. ആ കഥാപാത്രത്തോട് പാവം തോന്നും. അയ്യോ, ഇത്രയും കഷ്ടപ്പാട് പെടേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കും. അത് മോഹൻലാലിൻ്റെ ആക്ടിങ് പ്രോവസ് തന്നെയാണ്, നിസ്സംശയം. പക്ഷേ ബാക്കി എല്ലാവരും നോർമലാണ്, ആവറേജാണ്, അത്രേ ഉള്ളൂ. കാരണം ഇതൊരു സീരിയൽ സെറ്റപ്പാണ് ഏകദേശം. കാരണം ജിത്തു ജോസഫിൻ്റെ മിക്ക പടങ്ങളിലും ഉള്ള സംഭവമാണ് ഈ ഒരു സീരിയൽ കൈൻഡ് ഓഫ് ഷോർട്ട് മേക്കിംഗ്. ഇതിലും അങ്ങനെ തന്നെയാണ്. ഡയറക്ഷൻ ഒട്ടും ഒരു കാലത്തിനൊത്ത ഡയറക്ഷൻ എടുത്ത് തോന്നത്തില്ല മിക്ക ജിത്തു ജോസഫ് പടങ്ങൾ. ഇതിലും അത് അങ്ങനെ തന്നെയാണ്. അദ്ദേഹം പിടിച്ചിരിക്കുന്ന പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ തിരക്കഥ പലപ്പോഴും അദ്ദേഹം തന്നെ എഴുതുന്നതാണ്. കഥയുടെ തിരക്കഥയുടെ ബലത്തിനാണ് നിൽക്കുന്നത്. ഡയറക്ഷൻ പലപ്പോഴും മടുപ്പിക്കുന്ന ഡയറക്ഷനാണ്. കാരണം അങ്ങനത്തെ സീരിയൽ കണക്കുള്ള അഭിനയവും ഷോർട്ട് മേക്കിങ്ങും ഒക്കെ ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഇതിൽ ദൃശ്യം 1ഉം 2ഉം പോലെ ഓബ്വിയസ്ലി കമ്പാരിസൺസ് വരുമല്ലോ. കമ്പയർ ചെയ്യേണ്ട ആവശ്യമെന്ന് പറഞ്ഞാൽ കമ്പാരിസൺ വരുമല്ലോ. ദൃശ്യം 1ഉം 2ഉം പോലെ ഒരു കൊഹറൻസ് സ്ക്രീൻ പ്ലേ ആയിട്ട് തോന്നിയില്ല. ഒരുപാട് വീക്കായിട്ടുള്ള, സോഫ്റ്റ് ആയിട്ടുള്ള, ഒരുപാട് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മോശം പടമല്ല. അതുകൊണ്ട് തന്നെ ഒരു 3/4 ഭാഗം വരെ വലിയ കുഴപ്പമില്ലാക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ഇൻട്രീഗ്, ആ ഒരു ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന സംഭവമാണ് കുറേയൊക്കെ. അവസാന ഭാഗം ആവുന്തോറുമാണ് എനിക്ക് ഒട്ടും പിടിക്കാഞ്ഞത്. കാരണം ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിനെ ഒട്ടും എന്നല്ല, പലതരത്തിലും കൺവിൻസിങ് അല്ലാത്ത ഒരു അവസാന ഭാഗമായിട്ട് തോന്നി. മോഹൻലാലിന് തന്നെ പഴയൊരു പടം ഓർപ്പിക്കുന്ന വിധത്തിലുള്ള ചില സീക്വൻസസും മറ്റ് സിനിമകളെ ഓർപ്പിക്കുന്ന ആളുകളുടെ ഡയലോഗ്സും ഒക്കെ ആയിപ്പോയി. അത്യാവശ്യം ത്രില്ലിംഗ് ആയിട്ടുള്ള, അത്യാവശ്യം ഇൻട്രിഗിങ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. അതായത് വീണ്ടും ഞാൻ പറയുന്നത്, മോഹൻലാൽ കഥാപാത്രമാണ്. മോഹൻലാലിനെ നമുക്ക് സിമ്പതി തോന്നും. ആ മോഹൻലാലിൻ്റെ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യും. ആ ജോർജോയുടെ ടെൻഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അത് മിക്കപ്പോഴും ലാലിൻ്റെ കഴിവുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരു സ്ക്രീൻ പ്ലേയുടെ ബലമാണെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ആയിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഡിസപ്പോയിൻമെൻറ്റോടുകൂടി ഇറങ്ങേണ്ടി വരുന്ന ഒരു സിനിമയായിട്ട് തോന്നി. ഒരു ആവറേജ് എക്സ്പീരിയൻസ് ആയിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. 2 stars out of 5 for Drishyam 3. Thanks for watching. Bye.